ആലത്തൂർ തെന്നിലാപുരത്ത് കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി ഒരു മരണം. ബുധനാഴ്ച കാലത്ത് 7:15ഓടെ തെന്നിലാപുരം പീടികമുക്കിലാണ് അപകടമുണ്ടായത്. പീടികമുക്കിൽ ചായക്കട നടത്തിവന്ന 60 വയസ്സുള്ള കണ്ണനാണ് അപകടത്തിൽ മരിച്ചത്. തെന്നിലാപുരം ഭാഗത്തുനിന്നും ഇരട്ടക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കണ്ണന്റെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കണ്ണനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത്. ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സുദേവൻ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആ വരുന്ന വരവ് നേര് വന്ന് കൊണ്ട് ഇടിച്ചത് അയാളുടെ ആ കടൻ്റെ മുന്നിൽ. ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് വീണു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ ഇതാണ് അത് സംഭവിച്ചത്. അപ്പം തന്നെ മരണം സംഭവിക്കുക പറഞ്ഞാൽ വലിയ ഒരു ഭാഗം അങ്ങനെ അങ്ങോട്ട് ഭയങ്കരതായി. പിന്നെ എനിക്ക് ഈ ബ്ലോക്കൊക്കെ കയറാൻ എനിക്കത് തൊടാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വേണ്ട അപ്പഴേക്ക് വരെ ഒന്ന് രണ്ട് പേര് വന്നു വണ്ടി ബാക്കിൽ നിന്ന് വലിച്ച് എന്നിട്ടാണ് വിളിക്ക് എടുത്തത്. സ്ഥിരം ചായക്കട സ്ഥിരം ചായക്കട ഞങ്ങൾ സ്ഥിരം വരുന്നതാണ്. ആ സമയത്ത് വേറെ ആരുണ്ടായില്ല? വേറെ ആരുണ്ടായില്ല? ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഒരു 3-4 പേര് അവിടെ നിന്ന് മാറി. അത് കാരണം അവർ വീട്ടിലേക്ക് പോയതാണ് നോർമലായിട്ട്. അപകടത്തിൽ ചായക്കടയും സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കണ്ണന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കനകലതയാണ് കണ്ണന്റെ ഭാര്യ. ഇവർക്ക് 3 പെൺമക്കളുണ്ട്. ശാരീരിക അവശതകളുള്ള കണ്ണൻ പല ജോലികൾ ചെയ്താണ് വരുമാനം കണ്ടെത്തിയിരുന്നത്.